ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 3 ശ്ലോകം 3. രോഗവും ഭക്തിയും തമ്മിലുള്ള ഒരു ദ്വന്ദ്വയുദ്ധമാണ് കവിയിൽ നടക്കുന്നത്. കവിയുടെ മേപ്പത്ത് ഭട്ടതിരിപ്പാട്. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമുണ്ടായാൽ സാധ്യമാവാതെ യാതൊന്നുമില്ലെന്ന് പറയുന്നു. കൃപാദേ ജാതാ ചേത് കിമവനഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗക പ്രശമനദശാനാമകിയതി നകേകേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത്യാ മുക്ത സുഖഗതിമസക്ത വിദദതേ. തേ കൃപാ ജാതാ ചേത്, നിന്തിരുവടിക്ക് ദയ ഉണ്ടായി എങ്കിൽ ഭഗവാന്. തനുഭൃതാം കിം ഇവ നഹി ലഭ്യം, ദേഹികൾക്ക് എന്തൊന്നാണ് ലഭിക്കുവാൻ പ്രയാസമുള്ളത്. ദേഹി പറഞ്ഞ ജീവാത്മാവ്, ദേഹം പറഞ്ഞ ശരീരം. മദീയ ക്ലേശൗക പ്രശമനദശ നാമകീയതി, എൻ്റെ ക്ലേശങ്ങൾ തീർക്കുക എന്നത് എത്ര നിസ്സാരമാണ്. എൻ്റെ ഈ വാതരോഗം മാറ്റുന്നതിന് ഭഗവാൻ എത്രയോ നിസ്സാരമാണ്. ഐ അസ്മിൻ ലോകേ കേ ഭവത് ഭക്തിയ അനിശം ലോകാഭിരഹിത, അല്ലയോ ഗുരുവായൂരപ്പ, ഈ ലോകത്തിൽ നിന്തിരുവടിയുടെ ഏതേത് ഭക്തന്മാർ എല്ലാ സമയവും ദുഃഖമൊന്നും കൂടാതെ മുക്ത അസക്ത ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ച് ഒന്നിലും താല്പര്യമില്ലാതെ സുഖഗതിം ന വിദദതേ, സൗരസഞ്ചാരം ചെയ്യുന്നില്ല. എല്ലാ ഭക്തന്മാരും സൗരസഞ്ചാരം ചെയ്യുന്നുണ്ടെന്നർത്ഥം. തനിക്കങ്ങനെ സൗരസഞ്ചാരം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ഖേദം വ്യംഗ്യം. എൻ്റെ രോഗക്ലേശങ്ങൾ തീർത്തു തരുവാൻ കരുണയുണ്ടാകണമേ എന്ന് ഈ പ്രാർത്ഥന ഇതിലും ധ്വനിപ്പിച്ചിരിക്കുന്നു. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.